ഇത്തരത്തിലുള്ള പൗച്ച് കാര്യങ്ങളൊക്കെ എങ്ങനെ റേറ്റ് ചെയ്യുന്നത്? പൗച്ച് നമുക്ക് ഒരു 80 രൂപ വെച്ച് കാണും. ഇയർഫോണുകൾ ഇപ്പൊ നമുക്ക് 60 രൂപ തൊട്ട് സ്റ്റാർട്ടിങ് കൊടുക്കാം. ഉണ്ട്, കമ്പ്യൂട്ടർ ആക്സറീസ് ഉണ്ട്, മൊബൈൽ ആക്സറീസ് ഉണ്ട്. പിന്നെ പറഞ്ഞ മാതിരി 120 വാട്ട്സിൽ USB പോർട്ട് പ്ലസ് C പോർട്ട് വരുന്ന ടൈപ്പ് ക്വാളിറ്റിയുള്ള കാർ ചാർജർ. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറഞ്ഞ നിലവിൽ മൊബൈൽ ഷോപ്പ് ഒക്കെ തുറന്നാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി കിടില ഐറ്റംസ് കാര്യങ്ങളെല്ലാം തന്നെ കിട്ടുന്ന ഒരു ഷോപ്പിലേക്കാണ് ഇന്ന് തന്നെ എത്തിയിട്ടുണ്ട്. ഇവിടെ കണ്ടില്ല, ഒരുപാട് ഐറ്റംസ് മൊബൈലിന്റെ നമുക്ക് കിട്ടും. ഇത് ഫുള്ള് നമുക്ക് ഹോൾസെയിൽ ആയിട്ടും റീറ്റെയിൽ ആയിട്ടും വാങ്ങാൻ പറ്റും. മൊബൈലിന്റെ ഷോപ്പ് നടത്തുന്നവർക്ക് എല്ലാം വളരെ ഉപകാരപ്രദമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഉണ്ടാവും ഏകദേശം എല്ലാ ഐറ്റംസും വന്നിട്ടുണ്ട്. ചാർജർ എന്നിട്ട്, പൗച്ച് എന്നിട്ട്, കേബിളുകൾ വന്നിട്ടുണ്ട്, എയർപോർട്ടുകൾ വന്നിട്ടുണ്ട്, സ്പീക്കറുകൾ വന്നിട്ടുണ്ട്, അങ്ങനെ A to Z കാര്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഷോപ്പിന്റെ പേര് എന്താ വെച്ചാൽ ഐ സ്റ്റോർ എന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് എവിടെ സ്ഥിതി എന്ന് വെച്ചാൽ തിരൂര് മാർക്കറ്റിനുള്ളിലേക്കാണ് വന്നിട്ടുണ്ട്. സ്ഥിതി എന്ന് തിരൂർ മാർക്കറ്റ്, ഗൾഫ് മാർക്കറ്റ്, മൊബൈൽ മാർക്കറ്റ് എന്ന പേരിലൊക്കെ പല പേരിൽ മാർക്കറ്റ് അറിയപ്പെട്ടിട്ട് ഇവിടെ ഒരുപാട് ഐറ്റംസ് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ വെള്ളിയാഴ്ചകളിൽ ചിലപ്പോൾ ഈ ഒരു ഷോപ്പൊക്കെ അവധിയായിരിക്കും. വെള്ളിയാഴ്ച വന്നാൽ കിട്ടില്ല. അപ്പോൾ വെള്ളിയാഴ്ച അല്ലാത്ത ദിവസങ്ങൾ ഇങ്ങോട്ട് വരാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും ഒരുപാട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുന്നവർക്ക് പിന്നെ താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യം കാര്യങ്ങളും എല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നേരെ വരെ നമ്പർ കാര്യങ്ങളെല്ലാം ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി ഐറ്റംസ് കാര്യങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ നിങ്ങൾക്ക് എല്ലാം തന്നെ നമ്മൾ റേറ്റ് കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ചോദിച്ച് മനസ്സിലാക്കുന്നേക്കാണ്. നേരെ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. എന്റെ പേര് റാഷിദ്. ഷോപ്പിന്റെ പേര് ഐ സ്റ്റോർ. ഹോൾസെയിൽ ആയിട്ടും റീറ്റെയിൽ ആയിട്ടും ഹോൾസെയിൽ റീറ്റെയിൽ കൊടുക്കും. ഹോൾസെയിൽ റീറ്റെയിൽ രണ്ട് രീതിയിൽ. മൊബൈൽ ഷോപ്പ് ഒക്കെ തുറന്നവർക്കാണെങ്കിൽ എല്ലാവർക്കും നല്ല ഏത് സ്ഥലത്ത് നിന്ന് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഓൾ ഇന്ത്യ ഡെലിവറി നമുക്ക് കൊടുക്കാം. കൊറിയർ നമ്മൾ കൊടുക്കില്ല. നമ്മൾ സ്ഥിരമായിട്ട് തന്നെ ഒരു കോയമ്പത്തൂര്, ചെന്നൈ, പിന്നെ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾക്കൊക്കെ, ഹൈദരാബാദൊക്കെ നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കലുണ്ട്. മൊബൈലിന്റെ കേബിൾ എന്നിട്ടുണ്ട്, പിന്നെ പൗച്ച് കാര്യങ്ങള്, അങ്ങനത്തെ ഫോണുമായിട്ട് നമ്മളിവിടെ ചെയ്യുന്ന സ്പെയർ ഒഴികെ ഫോണുമായിട്ട് ബന്ധപ്പെട്ട ആക്സറീസ് കംപ്ലീറ്റ് ഓൾ മോഡൽ പറഞ്ഞാൽ റയർ മോഡലായിട്ട് ഇപ്പൊ കിട്ടാത്ത കേസുകൾ വരുന്ന പിക്സൽ സീരീസ്, മോട്ടോറോള സീരീസ്, ഈ വായി ഐറ്റൽ സീരീസുകൾ ഒക്കെ ഉണ്ട് നമ്മളടുത്ത്. ഇപ്പൊ ഇൻഫിനിക്സ്, ടെക്നോ, ഓൾ മോഡൽസ്, പൗച്ചുകൾ, ഗ്ലാസുകളൊക്കെ എപ്പോഴും അവൈലബിൾ ആണ്. ഇനി ഹോൾസെയിൽ പർച്ചേസ് ചെയ്യുമ്പോൾ മിനിമം എടുക്കണം അങ്ങനെ എന്തെങ്കിലും? അത് നമുക്ക് അങ്ങനെ സിംഗിൾ പീസ് ഒക്കെ നമുക്ക് ഹോൾസെയിൽ ആയിട്ട് പരിഗണിക്കാൻ പറ്റൂല. എന്നാലും നമുക്ക് ഇപ്പൊ ഒരു കടക്കാരനെ എല്ലാം ഒരു 10 എടുക്കാൻ കഴിയൂലല്ലോ. അപ്പൊ നമുക്ക് ഒരാള് വന്നിട്ട് ഒരു അത് രണ്ട് ഇത് രണ്ട് അങ്ങനെ ആയിട്ട് നമുക്ക് ഒരു ഹോൾസെയിലിന്റെ ഒരു മൊത്തത്തിൽ കിട്ടിയാൽ മതി. അല്ല എത്ര റുപ്യന്റെ ചെയ്യണമെന്നൊന്നുമില്ല. ഒരു പീസ് 2 പീസ് ഒക്കെ ആകുമ്പോഴല്ലേ നമ്മൾ റീറ്റെയിൽ നമുക്ക് പോകുള്ളൂ. റീറ്റെയിൽ പോകില്ലേ? ഫസ്റ്റ് നമ്മൾ ഏതാ കാണാൻ പോകുന്നത്? ഐറ്റംസുകൾ ഒരുപാട് നമ്മളിപ്പോ ഒരുപാട് ബ്രാൻഡുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് ബ്രാൻഡുകൾ നമ്മൾ റെഗുലർ ആയിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് നമ്മുടെ ബ്രാൻഡ് ജോക്കർ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ്. ജോക്കർ പറഞ്ഞ ബ്രാൻഡില് അതിന്റെ 85 വാട്ട്സ് വരുന്ന സാധനമാണ് ഇത്. പിന്നെ ഇതിന്റെ കേബിൾ അടക്കം. ഇത് പറഞ്ഞാൽ ഇപ്പോഴത്തെ സിസ്റ്റം ഓരോ ഡാഷ് ചാർജർ, ക്വാൾകോം ചാർജർ, സൂപ്പർ ബുക്ക് ചാർജർ, ഫ്ലാഷ് ചാർജർ, ഇത് ഓരോ സെറ്റുകൾക്കും ഓരോ സിസ്റ്റം ആണ്. ഇപ്പൊ ചില സെറ്റ് കുത്തി കഴിഞ്ഞാൽ അതില് സൂപ്പർ ഡാറ്റോ അല്ലെങ്കിൽ വൂക്കായിരിക്കും കാണിക്കുക. അപ്പൊ അതിന് വേണ്ട സെറ്റപ്പ് ഇതിന് കിട്ടും. ഇതിന് കിട്ടും. വേറെ 85 വാട്ട്സ്. ഇതില് 85 വാട്ട്സിൽ 65 വാട്ട്സ് USB പോർട്ടായിട്ടും 20 വാട്ട്സ് C ടൈപ്പ് പോർട്ടായിട്ടും വരുന്നത്. ജസ്റ്റ് പ്രൊഡക്റ്റ് ഒന്ന് കാണിച്ചു തരാം. അങ്ങനെ വരുന്നത് ഇത്തരത്തിലാണല്ലോ വരുന്നത്. ഇതിൽ പറഞ്ഞാല് ചാർജറിന്റെ ഹെഡും വരുന്നുണ്ട്, കേബിളോട് കൂടി വരുന്നത്. പർച്ചേസ് ചെയ്യുമ്പോൾ ലാഭാണ്. രണ്ട് വേറെ സെപ്പറേറ്റ് വാങ്ങേണ്ട ആവശ്യമില്ല. ഫാസ്റ്റ് ചാർജിങ് കിട്ടും. എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാലും മാറ്റിയിടും. നമ്മൾ 1 ഇയർ വാറന്റി പീരീഡ് അങ്ങനത്തെ ഐറ്റംസിനൊക്കെ 1 ഇയർ വാറന്റി പീരീഡ് കൊടുക്കാം. നമ്മള് ഷോപ്പുകാരോട് നമുക്ക് 1 ഇയർ കൊടുക്കാം. നമുക്ക് അവർക്ക് ഒരു സെയിൽ ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് നമ്മൾ കാണിച്ചു കൊടുക്കും. പിന്നെ സിംഗിൾ വരുന്നവർക്ക് 6 മന്ത് എന്തായാലും കൊടുക്കും. നമ്മൾ എന്തായാലും അവർ പൈസ മുടക്കുന്നില്ല. അപ്പൊ അതിന്റെ ഒരു വാല്യൂ നമ്മൾ കൊടുക്കും എല്ലാ സാധനങ്ങളും. പിന്നെ അതേമാതിരി ഇതൊക്കെ ഇപ്പൊ ലേറ്റസ്റ്റ് ലാസ്റ്റ് വന്ന സാധനങ്ങളാണ്. ഐഫോണിന്റെ ഒക്കെ ഇപ്പം കളിക്കുന്ന സീരീസുകൾ, 16 സീരീസുകൾ, 15 സീരീസിനൊക്കെ വരുന്ന മാതിരി ക്ലോത്ത് ടൈപ്പ് വരുന്ന കേബിളുകൾ, ക്വാളിറ്റി ഉള്ള കേബിളുകൾ. ഇതിപ്പോ നമ്മളൊരു ഐഫോണിന്റെ ബ്രാൻഡഡ് ആയിട്ട് വാങ്ങണേ ഒരു 1800 രൂപ റേഞ്ച് ഒക്കെ വരും. ആ സാധനം നമുക്ക് ഇവിടെ ഒരു 450 രൂപയ്ക്കൊക്കെ ഒരു 6 മാസം ഗ്യാരണ്ടിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഐഫോണിന്റെ സെയിം ക്വാളിറ്റിയിൽ. ഇത് നമ്മളെ ബ്രാൻഡിന്റെ സാധനമായിട്ടാണ് വരുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റും. സാധനം ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ്. അപ്പൊ അങ്ങനത്തെ ഐഫോണിന്റെ 2 സൈഡ് C2C വരുന്ന ടൈപ്പ് ഉണ്ട്, C2 ലൈറ്റ്നിങ് വരുന്ന ടൈപ്പ് ഉണ്ട്. ഇത് C2 ലൈറ്റ്നിങ് വരുന്നതാണ്. 2 സൈഡും C വരുന്ന C2C വരുന്ന കേബിളുകൾ 2 സൈഡും വരുന്നുണ്ട്. എല്ലാ സെറ്റും വരുന്നുണ്ട്. ഇപ്പൊ നമ്മള്
ഇത് രണ്ട് സൈഡും C2C വരുന്നതാണ്. ഇവിടെ മറ്റേ സെപ്പറേറ്റ് വാങ്ങേണ്ടി വരും. അല്ല, ഇതില് ഇത് സെപ്പറേറ്റ് വേണ്ട. 65 വാട്ട് ആണ്. അത് 65 വാട്ട്സ് വരെ മാക്സിമം കിട്ടുന്ന ഐറ്റം. ഒരുപാട് 2 മീറ്റർ ഐറ്റംസ് കേബിൾ വരുന്നുണ്ട്. ഇപ്പൊ 2 മീറ്റർ 1 മീറ്റർ ലെങ്ത് മതിയാകാതെ വരുന്നവർക്ക് 2 മീറ്റർ ലെങ്ത് വരുന്ന ടൈപ്പ് കേബിളുകൾ ഉണ്ട്. അങ്ങനത്തെ പിന്നെ ടൈപ്പ് സി പിന്നും V8 പിന്നൊക്കെ വരുന്നുണ്ട്. അതിൽ തന്നെ ഒരുപാട് മോഡൽസ് ഒരുപാട് വേരിയൻസ്. പിന്നെ നമ്മള് പക്ക ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. കുഴഞ്ഞ ടൈപ്പ് നമുക്ക് എങ്ങനെ ചുറ്റിക്കുട്ടി പോക്കറ്റിലൊക്കെ ഇടാം. ഹാർഡ് അല്ലാത്ത ടൈപ്പ് സാധനങ്ങളൊക്കെ ഉണ്ട്. ചുറ്റിക്കുട്ടി പോക്കറ്റിലൊക്കെ ഇട്ട് കൊണ്ടുവരാം. ഇതൊക്കെ ചെറിയ പ്രൈസ്, ഒരു 280 350 ആ റേഞ്ചിലൊക്കെ വരുള്ളൂ. ചെറിയ പ്രൈസ് വരുള്ളൂ. ചെറിയ പ്രൈസ് വരും. നമുക്ക് കസ്റ്റമർക്ക് ഗ്യാരണ്ടി കൊടുക്കാം. 6 മാസം ഗ്യാരണ്ടിയിൽ ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ 6 മാസം ഗ്യാരണ്ടിയോട് കൂടി കൊടുക്കാം. ഇനിയിപ്പോ ബ്ലൂടൂത്തിന്റെ സ്പീക്കർ ഐറ്റംസ് ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഒരുപാട് വന്നിട്ടുണ്ട്. ചെറിയ മോഡല്, വലിയ മോഡൽ ഇത്തരത്തിലുള്ള നമുക്ക് വെച്ചാണ്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ. അപ്പൊ ഇതൊക്കെ ചെറിയ സ്പീക്കറൊക്കെ ഏകദേശം ഇതൊക്കെ നമുക്കിപ്പോ ഒരു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 289 300 ഉള്ളിൽ താഴായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഹോൾസെയിൽ എടുക്കാൻ ഒന്നുകൂടി കുറയും. തീർച്ചയായിട്ടും ഹോൾസെയിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും കൊടുക്കും. ഹോൾസെയിൽ നമ്മൾ പ്രത്യേകം പരിഗണിക്കും. തീർച്ചയായിട്ടും പരിഗണിക്കും. നല്ല പ്രൈസ് ആക്കി തന്നെ കൊടുക്കാൻ പറ്റും. ഇത് സൗണ്ട് ബാർ സ്പീക്കർ, ഇതൊക്കെ നല്ല സുഖമാണ്. സ്റ്റീരിയോ സപ്പോർട്ട് ചെയ്യുന്ന ടൈപ്പുകളാണ്. നമുക്ക് മൊബൈല് പിന്നെ വീഡിയോ ഒക്കെ കാണുകയാണെങ്കിൽ ഇപ്പൊ പിക്ചറിൽ കാണുന്ന മാതിരി അടിപൊളിയായിട്ട് പിന്നെ അത്തരത്തിൽ പറഞ്ഞാൽ പല മോഡലുണ്ട്. ടയറിന്റെ മോഡലുണ്ട്, കാറിന്റെ മോഡലുണ്ട്, ജീപ്പിന്റെ മോഡലുണ്ട്, പല വാഹനങ്ങളുടെ മോഡൽ. കാർ തന്നെ ഇപ്പൊ സോളാർ വരുന്ന സെറ്റപ്പുള്ള സോളാർ, നമുക്ക് കറണ്ട് ഇല്ലെങ്കിലും സോളാർ സിസ്റ്റത്തിലൂടെ ചാർജ് ആവും. ഏകദേശം ഒരു വെയിലത്ത് വെക്കണ്ട, പുറത്ത് നമ്മള് സിറ്റ് ഔട്ടിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ പിന്നെ ചാർജിങ് സെറ്റപ്പ് നടന്നുകൊണ്ടിരിക്കും. ഇതിപ്പോ നല്ലൊരു ഐഡിയ അല്ലേ? ഇത്തരത്തിലുള്ള ഈ ഒരു സെറ്റിന് ഫുള്ള് സെറ്റിന് ഇതിപ്പോ ഒരു 950 രൂപയ്ക്ക് 950 രൂപ. ഹോൾസെയിൽ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടി എന്തെങ്കിലും അഡ്ജസ്റ്റ് നല്ല പ്രൈസ്. പെൻഡ്രൈവ് കുത്താം, മെമ്മറി കാർഡ് കുത്താം, മൊബൈലായിട്ട് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാം, മോക്സ് കണക്ട് ചെയ്യാം, റേഡിയോ FM കിട്ടും. എല്ലാ സെറ്റപ്പും ഉണ്ട്. ഒരു പക്ക ഒരു ഫാൻസി ലുക്ക് തന്നെയാണ് ഈ സാധനം ഉള്ളത്. പിന്നെ അതേമാതിരി വേറെ കാറിന്റെ മോഡൽ വന്നിട്ടുണ്ട്. സോളാറിന് വർക്ക് ചെയ്യുന്ന മുകൾ ഭാഗത്ത് ഇതാ ഇത്തരത്തില് സോളാറിന്റെ ഇത് വരും. നമ്മള് കേബിൾ ഐറ്റംസുകൾ നോക്കി കാണിച്ചു. ചാർജർ ഐറ്റംസ് ഞാൻ പറഞ്ഞുതരാം. ഹെഡും ഉണ്ട് വിത്ത് കേബിൾ അടക്കം. ഇതിൽ പല വേരിയന്റ് ഉണ്ട്. നമ്മള് ഇപ്പൊ ഫസ്റ്റ് മൊബൈൽ കാലം തുടങ്ങി അന്ന് തൊട്ട് ഇപ്പൊ വരെ ഓടുന്ന പല കണക്ടർ ചാർജറുകളാണ് വരുന്നത്. ഇപ്പൊ ഫസ്റ്റ് ഒക്കെ പണ്ട് നോക്കിയൊക്കെ ഇറങ്ങിയിരുന്ന സമയത്തുള്ള ബേസ് മോഡൽ ചാർജറുകൾ ചെറിയ വിലക്ക് 80-100 രൂപയൊക്കെ നമ്മൾ കൊടുക്കുന്ന സാധനങ്ങൾ. അത് മുതൽ ഇപ്പം കളിക്കുന്ന 120 വാട്ട്സ് 160 വാട്ട്സ് വരെ സപ്പോർട്ട് ചെയ്യുന്ന സെറ്റുകൾക്കുള്ള ഫ്ലാഷ് ചാർജിങ് സെറ്റപ്പ് വരെ ഉള്ളതുണ്ട്. അതിൽ നമ്മൾ ചാർജറിന്റെ പണ്ട് കാലത്തുള്ള ചാർജറായ ബ്രാൻഡാണ് ഒരു അതിൽ സി വരുന്നുണ്ട്. ഐഫോണിന്റെ പിന്നിൽ വരുന്ന ചാർജർ വരുന്നുണ്ട്. V8 പിന്നിൽ വരുന്നുണ്ട്. അപ്പൊ എല്ലാം സീക്ക് ആയല്ലോ. എല്ലാം സീക്ക്, ഐഫോൺ വരെ സീക്കായി. അപ്പൊ ഇനിയിപ്പോ സീലോട്ടാണ് ഇനി വരുന്നത്. അപ്പൊ ഈ ബ്രാൻഡിന്റെ ഏറ്റവും തൊട്ട് സാധനങ്ങൾ വരെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതുവരെ പവർ ബാങ്ക് ഐറ്റംസുകളാണെങ്കിലും ഉണ്ട്. പിന്നെ ഇനി ചാർജർ മാത്രം, ഈ അഡാപ്റ്റർ മാത്രം മതി എന്നുള്ളവർക്കാണെങ്കിൽ അങ്ങനത്തെ സെറ്റപ്പ് അങ്ങനത്തെ സെറ്റപ്പ് ഇതൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് തന്നെ 35 വാട്ട്സിലൊക്കെ ഇനി അങ്ങനെയാണെങ്കിൽ 35 വാട്ട്സിൽ വരുന്നുണ്ട്. 35 വാട്ട്സിൽ വരുന്നുണ്ട്. ഇത് അഡാപ്റ്റർ മാത്രമായി കണ്ട് വരുന്നുണ്ട്. പിന്നെ നേരത്തെ നമ്മൾ നിങ്ങൾക്ക് ഒരു 85 വാട്ട്സിൽ കാണിച്ചു തന്നിരുന്നു. അതേ അതിന്റെ സെറ്റപ്പ് വരുന്നത് 45 വാട്ട്സിൽ USB-യും C ടൈപ്പ് പോർട്ടും കൂടി വിത്ത് കേബിൾ അടക്കം വരുന്നത്. ഇതൊക്കെ വാറന്റി പ്രൊഡക്റ്റുകളാണ്. വാറന്റിയിൽ നമ്മൾ കൊടുക്കുകയുള്ളൂ കസ്റ്റമർക്ക്. നമ്മൾ അങ്ങനെ കൊടുക്കുകയുള്ളൂ. പിന്നെ വരുന്നത് ഇത് നമ്മൾ ബ്രാൻഡിൽ വരുന്നത് 100 വാട്ട്സിന്റെ ഫ്ലാഷ് ചാർജിങ്. 100 വാട്ട്സിലെ ഫ്ലാഷ് ചാർജിങ് വരുന്നത്. ഇതിപ്പോ വിവോയുടെ ഒക്കെ സെറ്റുകൾക്കൊക്കെ പക്ക ഫ്ലാഷ് ചാർജിങ് സെറ്റപ്പ് കാണിക്കും. ഇപ്പൊ വിവോ ഒരു ബ്രാൻഡഡ് ചാർജർ നിങ്ങൾ വാങ്ങുമ്പോൾ 2000 രൂപ വരുന്നുണ്ടെങ്കിൽ ഇതിന് അതിന്റെ ഒരു 700 രൂപയൊക്കെ വില വരും. 700 രൂപയ്ക്ക് നമുക്ക് 6 മാസം ഗ്യാരണ്ടിയിൽ പക്ക കൊടുക്കാം. അതിനുള്ളിൽ അവർക്ക് എന്തെങ്കിലും ചാർജിങ്ങിന്റെ പ്രോബ്ലം ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ റീപ്ലേസ്മെന്റ് ചെയ്ത് കൊടുക്കാം, മാറ്റി കൊടുക്കാം. നിങ്ങൾ ഷോറൂമിൽ അന്വേഷിച്ച് പോകേണ്ടൊന്നും ആവശ്യമില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്പോട്ടിൽ മാറ്റി കൊടുക്കും. അത്രയും സാധനങ്ങളുണ്ട്.
എല്ലാം റീപ്ലേസ്മെന്റ് ഒക്കെ നമ്മളെല്ലാം സ്പോട്ടില് പിന്നെ ഇത് പറഞ്ഞാൽ ഇപ്പൊ വിവോന്റെ എല്ലാ ഏകദേശം മോഡലും എല്ലാ മോഡൽസുകളെല്ലാം വരുന്നുണ്ട്. വന്നിട്ടുണ്ട്, അങ്ങനത്തെ എല്ലാം വരുന്നുണ്ട്. ഓപ്പോന്റെ വന്നിട്ടുണ്ട്, ഓപ്പോ വിവോ ഇതൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് അടുത്ത സെക്ഷൻ പറയുകയാണെങ്കിൽ സ്പീക്കർ ഐറ്റംസുകൾ ഇപ്പൊ നേരത്തെ കാണിച്ചെന്ന മാതിരി സോളറിൽ സപ്പോർട്ട് ചെയ്യുന്ന ടൈപ്പ് അങ്ങനെ ചാർജിങ് സിസ്റ്റം വേറെ മോഡൽസ് ഉണ്ടല്ലേ? വേറെ മോഡൽസുകൾ വരുന്നുണ്ട്. പിന്നെ സോളാർ ഇല്ലാത്ത മാത്രം അങ്ങനെ വരുന്നുണ്ട്. ഇത് ഓൺലി ബ്ലൂടൂത്ത് സ്പീക്കർ എന്നുള്ള ഒരു പർപ്പസ് ആണ്. ഒരേ സമയം നമ്മുടെ ഒരു ഫോണിൽ 2 ബ്ലൂടൂത്ത് സ്പീക്കർ ഒരേ സമയം നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. 2 കണക്ട് ചെയ്യാൻ പറ്റും, 2 കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒക്കെ സെറ്റപ്പ് ഉള്ള സംഭവം അത്. സൗണ്ട് പോരാന്നുള്ളവർക്കാണ് സൗണ്ട് കുറവ് തോന്നുന്നവർക്ക് ഒരേ സമയം 2 കണക്ട് ചെയ്യാം. പക്ക നല്ല ഫാൻസി ലുക്കാണ് സാധനങ്ങൾ. പിന്നെ ഇവിടെ ഇപ്പൊ ഗ്ലാസുകളാണ്, ഗ്ലാസ് ഓൾ മോഡൽ. ഇപ്പോഴത്തെ ന്യൂജൻ മോഡൽസ് നമ്മള് ഇപ്പോ ഈ എഡ്ജ് മോഡൽ സെറ്റുകൾക്ക് നമ്മൾ ആദ്യം UV ഗമ്മ് പാർന്നുകാണ്ട് UV ലാമ്പ് വെച്ച് ഒട്ടിക്കുന്ന ഒരു സെറ്റപ്പ് ആയിരുന്നു. ഇപ്പൊ വാറന്റിന്റെ ഇഷ്യൂ ഒക്കെ വരുന്നത് കാരണം ഇപ്പൊ എല്ലാരും ഫുൾ ഗ്ലൂയിലോട്ട് മാറി. ഇത് അങ്ങനത്തെ എഡ്ജ് വരുന്ന ടൈപ്പ് ഗ്ലാസുകളാണ് എല്ലാം. എഡ്ജ് വരുന്ന ടൈപ്പ് ഗ്ലാസ്സിൽ ഇച്ചിരി കോസ്റ്റ്ലി ആണെങ്കിലും സെറ്റുകൾക്ക് സേഫ് ആണ്. ഒട്ടിക്കുമ്പോൾ ഗം ഇറങ്ങൂല, അങ്ങനത്തെ പ്രശ്നം വരില്ല. ഗ്ലാസിന്റെ അധിക റേഞ്ച് ഒന്നും 450 റേഞ്ച് ഒക്കെ വരുള്ളൂ. ആ റേഞ്ചിലൊക്കെ നമുക്ക് ഇവിടുന്ന് ചെയ്തു കൊടുക്കാം. 1, 2, 3 ആൾക്കാരൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ചെയ്യാണ്ട് നമുക്ക് നമ്മൾ ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് എല്ലാ സാധനം ഇതിലാണെങ്കിൽ എല്ലാ മോഡലും ഓണർ എല്ലാ റയർ മോഡൽ ടൈപ്പ് ഗ്ലാസ് ആണെങ്കിൽ അതുകൊണ്ട് നമുക്കൊരു 350-450 രൂപയ്ക്ക് അത് അങ്ങനെ കൊടുക്കാം. അതൊക്കെ ഫുള്ള് UV ആണ്. അതൊക്കെ ഇങ്ങനെ UV ഗമ്മ് പാർന്നാണ് ഞാൻ ആദ്യം പറഞ്ഞ ഗമ്മ് പാർന്നാണ്ട് UV ലാമ്പ് വെച്ചാണ് ചെയ്യുന്നത്. എല്ലാം ഫിംഗർ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ടൈപ്പുകൾ ഗ്ലാസുകളാണ് എല്ലാം. അങ്ങനത്തെ ഐറ്റംസുകൾ ഗ്ലാസുകളുണ്ട്. പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യുന്ന മൊബൈൽ വണ്ടികളിലൊക്കെ ഉപയോഗിക്കുന്ന ബൈക്കും ഉപയോഗിക്കുന്ന ടൈപ്പ് ഉണ്ട്. പിന്നെ കാറുകളിൽ ഡിഫറെന്റ് ആയിട്ടുള്ള മാഗ്നറ്റ് ടൈപ്പ് ഉണ്ട്. അങ്ങനത്തെ എല്ലാ ഐറ്റംസ് ഹോൾഡറുകൾ വന്നിട്ടുണ്ട്. ഹോൾഡറുകളെല്ലാം മൊബൈൽ ഹോൾഡർ, ബൈക്ക് ഹോൾഡർ, ഡിഫറെന്റ് ആയിട്ടുള്ള ഒരുപാട് മോഡൽസുകളുണ്ട്. ഇതൊക്കെ മോഡൽ ഒരു ചെറിയ 280 ആ റേഞ്ചൊക്കെ സ്റ്റാർട്ടിങ് ഉണ്ട്. നല്ല ക്വാളിറ്റി ഇതിൽ കുറഞ്ഞുണ്ട്, 100 സംതിങ്ങിനൊക്കെ ഉണ്ട്. അതും ക്വാളിറ്റി അത്ര അല്ല. പിന്നെ ആർക്ക് വില കുറഞ്ഞ ചോദിക്കലായിരിക്കും എന്നുള്ളത് നമ്മൾ ചെയ്യുന്നതെന്നുള്ളൂ. അതൊക്കെ നല്ല ക്വാളിറ്റികളാണ്. പിന്നെ ചാർജറിന്റെ നേരത്തെ ഞാൻ സെക്ഷൻ പറഞ്ഞപ്പോ പറയാൻ വിട്ടുപോയ സംഭവം ഇത് കാർ ചാർജറുകൾ ഡിഫറെന്റ്. നമ്മള് ഈ ട്രാവൽ ചാർജർ നമ്മൾ ഉപയോഗിക്കുന്ന ട്രാവൽ ചാർജറുകൾ അതേ എല്ലാ സിസ്റ്റം അടങ്ങിയ കാർ ചാർജറുകളുണ്ട്. അതായത് സെറ്റുകൾക്ക് വേണ്ട 44 വാട്ട്സ് 120 വാട്ട്സ് വരുന്ന എല്ലാ ഐറ്റംസ് ചാർജറുകളും ഉണ്ട് നമ്മുടെ കയ്യിലുണ്ട്. എല്ലാ ചാർജറും കാർ ചാർജറിലും അത്രയും വാട്ട്സും സെറ്റപ്പും കോമൺ ആയിട്ട് യൂണിവേഴ്സൽ ആയിട്ട് വരുന്ന ടൈപ്പുകളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഒരേ സമയം തന്നെ 3, 4 ഫോൺ ചാർജ് ചെയ്യാൻ പറ്റുന്ന ചാർജറുകളും അങ്ങനത്തെ ഐറ്റംസ് ഉണ്ട്. ഇത് ആ സാധനമാണ് വരുന്നത്. അതൊന്നുകൂടി ക്വാളിറ്റി കൂടി ആയിട്ടല്ലേ ഒരേ സമയം ഇതില് കുറഞ്ഞത് വരുന്നുണ്ട്, ക്വാളിറ്റി കൂടിയത് വരുന്നുണ്ട്. ഇതിപ്പോ നമുക്ക് കണ്ടില്ല ഇതില് ഇത്രയും 4 പിന്നെ വരുന്നത്. 4 പിന്നെ 1, 2, 3, 4 ഇങ്ങനെ വരും. പ്ലസ് ഒരു എക്സ്ട്രാ USB പോർട്ട് വരും. USB പോർട്ടും കൂടി വരും. USB പോർട്ടും കൂടി വരും. ഇതൊക്കെ ചെറിയ റേഞ്ച് തന്നെ. ഇത് നിങ്ങള് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 240-250 4.6 ആംപിയർ ഔട്ട്പുട്ട് വരുന്ന സാധനം. 4.6 ആംപിയർ ഔട്ട്പുട്ട് വരുന്നു. പ്ലസ് നമുക്ക് 6 മന്ത് വാറണ്ടിയിലും കൊടുക്കും. 6 മന്ത് വാറണ്ടി കൊടുക്കാം. ഈ പ്രൈസിൽ നമുക്ക് ഒരു 6 മന്ത് വാറണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റും. സാധനം അടിപൊളിയാണ്, ഉഷാറാണ്. നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ്. പിന്നെ വലിയ സെറ്റുകൾക്ക് നമ്മൾ പ്രീമിയം സെറ്റുകൾക്കൊക്കെ നമുക്ക് ഒരു 120 വാട്ട്സ് വരെ വരുന്നുണ്ട്. ഇതേമാതിരി നമ്മൾ നേരത്തെ വാൾ ചാർജർ കാണിച്ചെന്ന മാതിരിയുള്ള PD പോർട്ടും USB പോർട്ടും കൂടി വരുന്ന ടൈപ്പ് രണ്ടും കൂടി വരുന്നുണ്ട്. ഏകദേശം എല്ലാ കമ്പനീന്റെ പൗച്ചുകൾ പൗച്ചുണ്ട്. ഇപ്പൊ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റേ CMF നത്തിങ് സീരീസ്, ഓപ്പോ, വിവോ, സാംസങ്, മോട്ടറോള, പിക്സൽ സീരീസുകള്, പിന്നെ നോക്കിയന്റെ മോഡൽസുകൾ, പഴയ ഹുവായി ഹോണർ സീരീസുകൾ, ഐഫോണിന്റെ എല്ലാ മോഡൽസും ഉണ്ട്. ഐഫോൺ സീരീസുകളുണ്ട്. ഐഫോണിന്റെ ഒക്കെ അതിന്റെ ഒക്കെ സ്ക്രീൻ ഗാർഡ് ഐറ്റംസുകളും ഉണ്ട്. അതിമേലെ ഒട്ടിക്കുന്ന ക്വാളിറ്റി ടൈപ്പ് സ്ക്രീൻ ഗാർഡുകളൊക്കെ വരുന്നുണ്ട്. അങ്ങനത്തെ ഒട്ടിക്കുന്ന സ്ക്രീൻ ക്വാളിറ്റി ഉള്ള സ്ക്രീൻ ഗാർഡുകളൊക്കെ ഒരുപാട് ഐറ്റംസ് കാര്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഗ്രീൻ ഗാർഡിന്റെ കളക്ഷൻ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത് എല്ലാം തന്നെ. പൗച്ച് കാര്യങ്ങളൊക്കെ എങ്ങനെ റേറ്റ് ചെയ്യുന്നത്? പൗച്ച് നമുക്ക് ഒരു 80 രൂപ വെച്ചാണ് കൊടുക്കാൻ പറ്റും. പൗച്ച് നമുക്ക് ആണെങ്കിൽ 80 രൂപ വെച്ചാണ് കൊടുക്കാം. ഇനി ഹോൾസെയിൽ ആണെങ്കിൽ നമ്മൾ ഹോൾസെയിൽ ആയിട്ട് വരുന്നവർക്ക് നല്ല പ്രൈസ് ആക്കി നമുക്ക് കൊടുക്കാം. തീർച്ചയായിട്ടും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും.
അപ്പൊ ഏകദേശം ഒരു മൊബൈൽ ഷോപ്പ് തുടങ്ങാൻ പറ്റിയ കംപ്ലീറ്റ് സാധനം ഇവിടെ കംപ്ലീറ്റ് സാധനങ്ങളും തൊട്ട് പിന്നെ നമ്മൾ ഈ അറൗണ്ട് നമ്മൾ ടൗൺ ബേസ് ചെയ്ത് കണ്ട് പോകുന്ന എല്ലാ ഏരിയക്കും ബസ്സിനൊക്കെ നമ്മൾ സാധനം അയച്ചു കൊടുക്കലുണ്ട്. ഡയറക്റ്റ് ബസ്സിന് സാധനം അയച്ചു കൊടുക്കലുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ ബൈക്ക് ഹോൾഡർ, മഴ കൊള്ളാത്ത ബൈക്ക് ഹോൾഡറുകളുണ്ട്. അവിടെ മഴ കൊള്ളാത്തല്ലേ, അത് ഫോൺ അതിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് വെച്ച് കൊടുക്കാൻ പറ്റുന്ന ബൈക്ക് ഹോൾഡറുകൾ കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. അതാവുമ്പോ നമുക്ക് അത് 350 റുപ്യ ആ റേഞ്ചിലൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. മഴത്താണെങ്കിലും കോൾ അറ്റൻഡ് ചെയ്യാം, ബ്ലൂടൂത്ത് സിസ്റ്റം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. പൗച്ച് ഒരുപാട് വന്നിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഐറ്റംസ് കാര്യങ്ങളൊക്കെ പൗച്ചിൽ തന്നെ ഇവിടെ ചെയ്യുന്നുണ്ടല്ലേ. ഈ ഭാഗത്ത് പിന്നെ പൗച്ച് തന്നെ അല്ലേ? അത് പൗച്ച്. ഇതിപ്പോ നമുക്ക് ഇത് എപ്പോഴും എല്ലാവരും ചോദിക്കുന്ന ഒരു സാധനം മോഡലാണ്, പ്രീമിയം മോഡലാണ്. പിന്നെ അതുമല്ല എപ്പോഴും എല്ലാവർക്കും ട്രാൻസ്പെറന്റ് മോഡൽ എപ്പോഴും ചോദിക്കും എല്ലാവരും. ഉള്ളിലേക്ക് കാണുന്നുണ്ട് എല്ലാവർക്കും. ഇങ്ങനത്തെ എപ്പോഴും ആവശ്യക്കാരാണ്. ഇങ്ങനത്തെ മോഡൽസ്, എല്ലാ മോഡൽസും നമ്മളിത് എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും. ഈ ഒരു മോഡൽ ഇത് നമുക്ക് ഒരു 150 റുപ്യ 130 റുപ്യ നമ്മൾ ചെറിയ പ്രൈസ് ആയിക്കാണ് കൊടുക്കും. ഞാൻ പറഞ്ഞില്ല, ഇത് നമ്മൾ ഫിക്സ്ഡ് റേറ്റ് അല്ല. നമ്മൾ കസ്റ്റമർ ആവശ്യക്കാർ ഇപ്പൊ ഒരു 3-4 പീസൊക്കെ വരണേ നമുക്ക് വീണ്ടും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. എല്ലാ മോഡലിന്റെ ഏകദേശം എല്ലാ മോഡലും ഓപ്പോ, വിവോ, റിയൽമി എല്ലാ മോഡൽസിലും ഉണ്ട്. പിന്നെ തന്നെ നമ്മൾ ഇങ്ങനത്തെ ഗ്ലാസ് ടൈപ്പ് പൗച്ചുകൾ ഉണ്ട്. അല്ലേ ഇങ്ങനത്തെ ഇത് മഞ്ഞ കളർ ആവാത്ത ടൈപ്പ്. നമ്മൾ നേരത്തെ കാണിച്ചാണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ മഞ്ഞയാവും. ഒന്നും പേടിക്കാനൊന്നുമില്ല. നല്ല ക്വാളിറ്റി മോഡലാണ് കേട്ടോ. ഏകദേശം കുറഞ്ഞ റേറ്റ്. ഇതിനെത്ര റേറ്റ്? ഇതൊക്കെ നമുക്ക് ഒരു 180 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. 180, 200 രൂപക്കും ചോടയാണല്ലോ താഴെ വരുന്നുള്ളൂ. നമുക്ക് ആ റേഞ്ചിൽ കൊടുക്കാൻ പറ്റും. അത്തരത്തില് ഒരുപാട് പൗച്ചിന്റെ കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് ഒരുപാട് കേട്ടോ. പിന്നെ പ്രീമിയം ടൈപ്പുകളാണെങ്കിൽ ഐഫോൺ സീരീസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കൊടുക്കാം. മാക്സ് സേഫ് വയർലെസ് ചാർജിങ് സിസ്റ്റം കിട്ടുന്ന എല്ലാ ടൈപ്പും ഉണ്ട്. വയർലെസ് ചാർജിംഗ് കൂടി കിട്ടും. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ഫോൺ അതിന്റെ വയർലെസിന്റെ മേലെ വെച്ചാൽ മതി. പിന്നെ ഇങ്ങനത്തെ റൗണ്ടിലുള്ള കാർ ഹോൾഡർക്ക് ആണെങ്കിൽ അങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും. എല്ലാ സെറ്റപ്പും വരുന്നു. ഒരുപാട് മോഡൽസ് കളേഴ്സ് അതില് എസ് സീരീസുകളൊക്കെ ഉണ്ട്. പ്രീമിയം വലിയ വലിയ സെറ്റുകൾക്കൊക്കെ അത്യാവശ്യം നമ്മള് വലിയ റേഞ്ചിൽ ഒരു 450 റേഞ്ചിലൊക്കെ കൊടുക്കാൻ പറ്റിയ 450 ക്വാളിറ്റി ഐഫോണിന്റെ ഒക്കെ സ്ഥിരമായിട്ടുള്ള മോഡൽസുകളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ എയർപോഡ് കാര്യങ്ങളൊക്കെ എയർബഡ്സ്, ഇതൊക്കെ എയർബഡ്സിന്റെ പൗച്ചുകളാണ്. അപ്പോ എല്ലാ ബ്രാൻഡിലും ഉണ്ട്. ഐഫോണിലുണ്ട് അതിന്റെ പൗച്ചുകൾ. ബോട്ട്, റിയൽമി, പിന്നെ ഓപ്പോ, വിവോ അങ്ങനത്തെ ബ്രാൻഡുകളുടെ ഒക്കെ ബഡ്സിന്റെ പൗച്ചുകളാണ്. അപ്പൊ അങ്ങനെയുള്ള എല്ലാ മോഡൽസുകളും ഉണ്ട്. പിന്നെ പ്രായ ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ബെൽറ്റിന് കൊടുക്കുന്ന അരപ്പട്ടകമായി ഉപയോഗിക്കുന്ന ബെൽറ്റ് ടൈപ്പ് പൗച്ച്. അത് വലിയ സൈസ് ഉണ്ട്. ഇപ്പൊ എല്ലാം വലിയ സൈസാണ് വരുന്നത്. അപ്പൊ 6 ഇഞ്ച് 7 ഇഞ്ച് ഒക്കെ വരുന്ന സൈസ് ഉണ്ട്. ഇതൊക്കെ ഐഫോണിന്റെ കളർ ടൈപ്പ് ഇപ്പൊ ഒരു ട്രെൻഡിങ് ആയിട്ട് കളിക്കുന്ന കളേഴ്സ് ആണ്. ഗ്രീൻ, ഫ്ലോറസന്റ് ഗ്രീൻ. ഒറ്റ കളറിൽ വേണമെന്നുള്ളവർക്ക് അങ്ങനത്തെ ഉണ്ട് ഇവിടെ. അങ്ങനത്തെ എല്ലാ ടൈപ്പ് ഒറ്റ കളറിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ അങ്ങനത്തെ ടൈപ്പ് എല്ലാം ഉണ്ട്. ഇപ്പൊ എല്ലാ കമ്പനിയിലും 13, 30 Pro അങ്ങനെയൊക്കെ കിട്ടും. എല്ലാം കിട്ടും. ഐഫോൺ ഓൾ മോഡൽസ്. ഇതൊക്കെ ആക്സറീസുകൾ ഉണ്ട്. കമ്പ്യൂട്ടർ ആക്സറീസ് ഉണ്ട്, മൊബൈൽ ആക്സറീസ് ഉണ്ട്. പിന്നെ ഇതൊക്കെ മൗസ് കാര്യങ്ങൾ, വയർലെസ് മൗസ് കാര്യങ്ങൾ ഉണ്ട്. കീബോർഡ് അതൊക്കെ 6 month വാറണ്ടി കൊടുക്കാൻ പറ്റിയ, 1 year വാറണ്ടി കൊടുക്കാൻ പറ്റിയ ഐറ്റംസ്. കീബോർഡ് ഒക്കെ വില വരുന്ന കുറഞ്ഞ സൈസ് കീബോർഡുകൾ ഉണ്ട്. ജെബ്രോണിക്സ് അങ്ങനത്തെ ബ്രാൻഡുകളിലൊക്കെ വരുന്നുണ്ട്. നമുക്കൊരു 400 ഒക്കെ 1 year വാറണ്ടി കൊടുക്കാം. വാറണ്ടി കൊടുക്കാം. മൗസ് എല്ലാം കൊടുക്കാം. മൗസ് കൊടുക്കാം, കീബോർഡ് കൊടുക്കാം. ഒരു 450 ആ റേഞ്ചൊക്കെ വില വരുള്ളൂ. പിന്നെ പവർ ബാങ്ക് ഐറ്റംസുകളാണെങ്കിൽ അങ്ങനത്തെ ഉണ്ട്. പവർ ബാങ്ക് ഒക്കെ നമുക്ക് ഒരു 10,000 mAh ഒക്കെ ഒരു 650 രൂപയ്ക്കൊക്കെ 6 മാസം ഗ്യാരണ്ടിയിൽ കൊടുക്കാം. ഈ ആർ ടി എന്ന് പറഞ്ഞാൽ നല്ല ബ്രാൻഡുകളാണ്. ഇതൊക്കെ ബ്രാൻഡുകളുടെ സാധനങ്ങളാണ്. അപ്പൊ നമുക്ക് അങ്ങനെ കൊടുക്കാം. ഏറ്റവും തൊട്ട് പണ്ടത്തെ മെമ്മറി കാർഡിന്റെ സിസ്റ്റം വരെ, ചിപ്പ് സിസ്റ്റം വരെ, മെമ്മറി കാർഡിന്റെ സിസ്റ്റം, ക്യാമറയിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ SD കാർഡുകൾ, അതെല്ലാം സെറ്റപ്പ് ഉണ്ട്. അത് കൊടുക്കാം. നമ്മൾ മെയിൻ ഫോക്കസ് ചെയ്യുന്ന ഒരു ഷോപ്പിക്ക് ആവശ്യമായ സ്മാർട്ട് വാച്ചിന്റെ സ്ട്രാപ്പ് കാര്യങ്ങളാണ്. സ്മാർട്ട് വാച്ച് ഒക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ കാലിയായി പോയതാണ്. വരാനുണ്ട്. 2 ദിവസം കഴിഞ്ഞ സാധനം ഇഷ്ടം പോലെ വരാനുണ്ട്. ഇതൊക്കെ നമ്മൾ കേബിളിൽ നേരത്തെ നമ്മൾ ചാർജർ കൊണ്ട് പറഞ്ഞ കേബിളിൽ ഡിഫറെന്റ് ആയിട്ടുള്ള 65 വാട്ട്സ് 80 വാട്ട്സ് ഇങ്ങനത്തെ ഓരോ വേരിയന്റ് വരുന്ന കേബിളുകളാണ്. കേബിളിന് ഫാസ്റ്റ് അതിനനുസരിച്ച് കിട്ടും, പെർഫോമൻസ് ഉണ്ടാവും. അങ്ങനത്തെ ഐറ്റംസ് കേബിളുകളാണ് ഇതെല്ലാം വരുന്നത്. പിന്നെ ഇതാണ് നേരത്തെ ഞാൻ കാർ ചാർജർ, നമ്മൾ വാൾ ചാർജർ പറഞ്ഞ മാതിരി 120 വാട്ട്സിൽ USB പോർട്ട് പ്ലസ് C പോർട്ട് വരുന്ന ടൈപ്പ് ക്വാളിറ്റിയുള്ള കാർ ചാർജർ അല്ലേ ഇത്. കാർ ചാർജർ പറഞ്ഞാൽ ഇതിപ്പോ ഈ സാധനം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും എറിയാനോ പിടിക്കാനോ എടുത്താലും സാധനം കേടുവരില്ല. പക്ക മെറ്റൽ. ഇല്ല സാധനം പക്ക മെറ്റലാണ്. സാധനം പക്ക മെറ്റല് സാധനമാണ്.
നല്ല ഒറിജിനൽ പക്ക ക്വാളിറ്റി സാധനങ്ങളാണ്. നിലത്ത് വീണാലും ഒന്നും സംഭവിക്കൂല അങ്ങനത്തെ സാധനങ്ങളാണ്. സംഭവിച്ച സാധനങ്ങളാണ്. ഇനി ഇവിടെ നമ്മളെ പെൻഡ്രൈവ് മെമ്മറി കാർഡ് ആക്കെ ഉണ്ടല്ലേ, അതൊക്കെ ഏകദേശം എത്ര റേറ്റ് കാര്യങ്ങളൊക്കെ? പെൻഡ്രൈവ് മെമ്മറി ഒക്കെ ചെറിയ ഡിഫറൻസ് ഉള്ളൂ. നമുക്കിപ്പോ ഒരു 8 GB പെൻഡ്രൈവ് ഒരു 200-230 കൊടുക്കാം. എന്നെ ഒരു 30-40 ഡിഫറൻസിലൊക്കെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കൊടുക്കാം. ഒരു 8-16 ഒരു 16 GB പെൻഡ്രൈവ് ഒക്കെ നമ്മളോട് കൊടുക്കുന്നത് 280 കൊടുക്കുന്നത്. 6 month വാറണ്ടിയിൽ കൊടുക്കാം. 6 month വാറണ്ടിയിൽ കൊടുക്കാം. അപ്പൊ 32, 256 വരെ നമ്മൾ എത്തുന്നുണ്ട്. മെമ്മറി കാർഡ് 256 വരെ നമ്മൾ എത്തി വരുന്നുണ്ട്. എല്ലാം ഉണ്ട്. 8, 16, 32 എല്ലാ സീരീസും വരുന്നുണ്ട്. അതന്നെ ഇതൊക്കെ പറഞ്ഞ മെറ്റൽ ടൈപ്പ് സാധനങ്ങളാണ്. മെറ്റൽ ടൈപ്പ് സാധനമാണ്. നമുക്ക് കുത്തി കഴിഞ്ഞാൽ പൊട്ടി പോകുന്ന പ്രശ്നമില്ല. എല്ലാം പക്ക. നമ്മളൊന്ന് നിലത്ത് പോയി കഴിഞ്ഞാൽ ഒന്നും പൊടി കയറിയാൽ പ്രശ്നങ്ങളൊന്നും വരില്ല. പക്കയാണ് സാധനം. ഇത് വാറണ്ടി നമ്മൾ കൊടുക്കുന്നില്ല. വാറണ്ടിയാണ് കൊടുക്കുന്നത്. പിന്നെ ഹെഡ്സെറ്റ് കാര്യം, ഹെഡ്സെറ്റുകളുണ്ട്. ഹെഡ്സെറ്റ് ഐറ്റംസുകൾ ബോക്സ് ടൈപ്പ് ഹെഡ്സെറ്റുകൾ ഒരുപാട് വരുന്നുണ്ട്. ഇതേമാതിരി ബോക്സ് ടൈപ്പ് ഹെഡ്സെറ്റ് കംപ്ലീറ്റ് ബോക്സ് ടൈപ്പ് ഹെഡ്സെറ്റുകളാണ്. ഇതേ ഹെഡ്സെറ്റിൽ കുറച്ച് പ്രീമിയം മോഡൽസ് ഹെഡ്സെറ്റുകളാണ്. ഇതൊക്കെ വിത്ത് വാറണ്ടിയിൽ കൊടുക്കുന്ന ഇയർഫോണും ഉണ്ട്, വാറണ്ടി ഇല്ലാതെ പോകുന്നുണ്ട്. ഇത് വിത്തൗട്ട് വാറണ്ടിയിൽ പോകുന്നത്. ഇത് വാറണ്ടിയിൽ പോകുന്നത് ഒരു 350 റേഞ്ചിലൊക്കെ കൊടുക്കാൻ പറ്റിയ ഐറ്റംസുകളാണ്. 350. പിന്നെ സാധാ ഹെഡ്സെറ്റ് ഇവിടെ വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഹെഡ്സെറ്റിനൊക്കെ എത്ര? ഇയർഫോണുകൾ ഇപ്പൊ നമുക്ക് 60 രൂപ തൊട്ട് സ്റ്റാർട്ടിങ് കൊടുക്കാം. 60 രൂപ തൊട്ട് 60, 80, 120 ആ റേഞ്ചിൽ പോയിട്ട് അതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസുകളാണ്. 140-150 രൂപയൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ കുട്ടികൾ പബ്ജി ഗെയിം ഒക്കെ കളിക്കുന്നവർക്കാണ് പറ്റിയ ഫിംഗർ സ്ലീവ് കാര്യങ്ങൾ, അങ്ങനത്തെ എല്ലാ ഐറ്റം സാധനങ്ങളെല്ലാം ഉണ്ട്. അങ്ങനത്തെ ഇതൊക്കെ നമുക്ക് ഒരു 10 രൂപ വെച്ചാണ് കൊടുക്കുന്നത്. 10 രൂപ വെച്ച് കൊടുക്കാൻ പറ്റില്ല. ഗെയിം ഒക്കെ കളിക്കാൻ പറ്റുന്നവർക്കൊക്കെ കോമ്പറ്റീഷനൊക്കെ മൊബൈൽ കോമ്പറ്റീഷൻ ഗെയിംസിനൊക്കെ പറ്റിയിട്ട് ബ്ലൂടൂത്ത് സ്പീക്കർ കാര്യങ്ങൾ ഇതൊക്കെ വാറണ്ടിയിൽ വരുന്ന സ്പീക്കർ കാര്യങ്ങൾ. പിന്നെ ഇവിടെ എയർപോർട്ട് കാര്യങ്ങളൊക്കെ എയർപോർട്ട് കാര്യങ്ങള്, പിന്നെ മൈക്ക് കാര്യങ്ങള്, വയർലെസ് മൈക്ക് കാര്യങ്ങള്, അങ്ങനത്തെ ഐറ്റംസ് കാര്യങ്ങളാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഐറ്റംസുകൾ കാര്യങ്ങളാണല്ലേ. ഇത് നെക്ക് ബാൻഡ് ഐറ്റംസുകൾ 1 year വാറണ്ടി കൊടുക്കാൻ പറ്റിയ 1 year നമുക്ക് വാറണ്ടി കൊടുക്കാം. ഇതൊരു 800 സംതിങ് ഒക്കെ സ്റ്റാർട്ടിങ് 1 year വരുന്നൊക്കെ ഒരു 800 സംതിങ് ഒക്കെ വരും. പിന്നെ ഒരു 650 ആ റേഞ്ചിലൊക്കെ വരുന്നത്. അതൊക്കെ നമ്മൾ ബ്രാൻഡായിട്ടൊക്കെ വരുന്ന സാധനങ്ങളാണ്. ഇത് 38 മണിക്കൂറൊക്കെ ബാക്കപ്പ് ഇടും. ഇതൊരു 450 രൂപ ഒക്കെ വില വരും. 450 രൂപ 6 മാസം വാറണ്ടി എല്ലാം നമുക്ക് കൊടുക്കാം. വില കുറവാണ്. നമ്മൾ നല്ല എല്ലാം ബെസ്റ്റ് പ്രൈസിനാണ് കൊടുക്കുന്നത്. പിന്നെ അങ്ങനത്തെ എയർപോർട്ട് കാര്യങ്ങള്, എയർബഡ്സ് കാര്യങ്ങൾ അതൊക്കെ വരുന്ന 550 ആ റേഞ്ചിലൊക്കെ വരുന്നത്. 550, 650 ആ റേഞ്ചിലൊക്കെ വരുന്ന ഫസ്റ്റ് ക്വാളിറ്റി സാധനങ്ങളാണ്. ഫസ്റ്റ് ക്വാളിറ്റി സാധനങ്ങളാണല്ലേ വന്നിട്ടുള്ളത്. പിന്നെ ഒറിജിനൽ ഉണ്ട്. ഇതൊക്കെ പക്ക ഒറിജിനൽ ആയിട്ട് തന്നെ വരുന്ന സാധനങ്ങൾ അത് വേറെ ഉണ്ട്. 850, 950 ആ റേഞ്ചിലൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക്. 850, 900 ആ റേഞ്ചിലൊക്കെ. പിന്നെ താഴെ ഭാഗത്ത് വെച്ചിട്ടുണ്ടോ? ഇതൊക്കെ കുറഞ്ഞ റേഞ്ചിൽ വരുന്നതാണ്. ഇതൊക്കെ നമുക്ക് ഒരു 300, 350 വളരെ കുറഞ്ഞ ചീപ്പ് ചോദിക്കുന്ന സാധനങ്ങളൊക്കെ കൊടുക്കുന്ന സാധനങ്ങളാണ്. ഈ സാധനങ്ങളൊക്കെ വില വരുന്നത് 300, 350 റേഞ്ചിലൊക്കെ നമുക്ക് കൊടുക്കാം. പിന്നെ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും നല്ല പ്രൈസ് ആക്കി തന്നെ കൊടുക്കാൻ പറ്റും. നല്ല പ്രൈസ് ആക്കി തന്നെ കൊടുക്കാം, എല്ലാം കൊടുക്കാൻ പറ്റും. പിന്നെ CMF-ന്റെ ഒക്കെ സാധനങ്ങൾ വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഹെഡ്ഫോൺ ഐറ്റംസ്, ഇതൊക്കെ ഹെഡ്ഫോൺ ഐറ്റംസ് ആണ്. ലൈറ്റിംഗ് സിസ്റ്റം ഉണ്ട് നമുക്ക് ഡയറക്റ്റ്. പിന്നെ ചാർജ് ഇല്ലെങ്കിൽ നമുക്ക് മൊബൈൽ ലോക്സ് ത്രൂ അങ്ങനെ ഉപയോഗിക്കാം. ചിപ്പ് മെമ്മറി കാർഡ് ഇട്ടാണ്ട് ഒരു 128 GB വരെ മെമ്മറി കാർഡ് ഇട്ടാണ് അങ്ങനെയൊക്കെ പക്ക ഒരു ഫാൻസി ലുക്കുള്ള സാധനങ്ങളാണ്. ഇതൊക്കെ വരുന്ന ഒരു 850 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. 850 ആ റേഞ്ചിലൊക്കെ കൊടുക്കാൻ പറ്റിയ സാധനങ്ങളാണ്. അതിന്റെ വേറൊരു മോഡലാണ് ഇത് വരുന്നത്. ഇത് ഒരു 450, 500 ആ റേഞ്ചിലൊക്കെ ഇതും കൊടുക്കാം. താഴ്ന്ന മോഡൽ നോക്കേണ്ടവർക്കാണെങ്കിൽ അങ്ങനെയാണ് ആ റേഞ്ചിൽ, കുറഞ്ഞ റേഞ്ചിൽ. ഇതൊക്കെ നല്ല പെർഫോമൻസ് ആണ്, നല്ല പെർഫോമൻസ് ഉള്ള സാധനങ്ങളാണ്. ഇപ്പൊ നമ്മൾ ഈ ഒരു ഷോപ്പിന്റെ അടിയിൽ ഒരുപാട് ഐറ്റംസ് കാര്യങ്ങൾ ഇപ്പൊ ഇങ്ങനെ കണ്ടു കഴിഞ്ഞു. ഒത്തിരി ഐറ്റംസ് കാര്യങ്ങൾ പറഞ്ഞാൽ ഇവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതെല്ലാം നിങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ കിട്ടും. ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും എല്ലാം തന്നെ പർച്ചേസ് ചെയ്യാൻ നേരെ താഴെ കൊടുത്ത ഇവരെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. മറ്റൊരു വീഡിയോയിലേക്ക് വരുന്നതായിരിക്കും. ബൈ.